ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായി. ആ ദൃശ്യങ്ങളാണ് കണ്ടത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് കാരണമാണ് പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. കർശന ഉപാധികളോടെ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതേസമയം പോറ്റിക്കുള്ള സമൻസ് തയ്യാറാക്കിയ ED ചോദ്യം ചെയ്യാനായി ഉടൻ വിളിപ്പിക്കും. കേസിൽ ജയിൽ മോചിതനാകുന്ന 4ാമത്തെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ചർച്ചയിൽ KS അരുൺകുമാർ CPM, ശ്രീ വതൻ സിറിയ കോൺഗ്രസ്, ശ്രീ TK രാജഗോപാൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ മഹേഷ് പണിക്കർ ശില്പി എന്നിവർ. ആദ്യം ശ്രീ അരുൺകുമാർ, സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിന് തകരാറൊന്നുമില്ല, കുറ്റപത്രം പതുക്കെ കൊടുത്താൽ മതിയെന്നൊക്കെ ഇന്നലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരിക്കും ആദ്യത്തെ ന്യായവാദം എന്നറിയാം. പക്ഷേ നോക്കൂ, ഈ ദൃശ്യങ്ങൾ, പോറ്റി ജയിൽ വിട്ടിറങ്ങുന്ന ദൃശ്യങ്ങൾ കേരളത്തിന് കൊടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് ആ കവർച്ചയുടെ മുഖ്യപ്രതി കട്ട സ്വർണം എവിടേക്ക് പോയി എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുന്നതിന് മുമ്പ് പുറത്തിറങ്ങാണ്. അതിനെന്ത് സമാധാനം? ഇവിടെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതി ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയുടെ ഏറ്റവും വലിയ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചാണ്. പ്രത്യേകിച്ച് ഡിവിഷൻ ബെഞ്ചിൽ ദേവസ്വം മാറ്റർ കൈകാര്യം ചെയ്യുന്ന ബെഞ്ച് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വയ്ക്കുന്നു. സീൽഡ് കവറിൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നു. അതുവരെ നടത്തിയ അന്വേഷണം പരിശോധിക്കുന്നു. അത് പരിശോധിച്ചതിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം പോകുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് നടത്തുന്നു. ആ മോണിറ്ററിംഗ് നടത്തിയ ബെഞ്ച് SITയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരു പരാതിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ സംതൃപ്തരാണ്, വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തന്നെയാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ മീഡിയ ട്രയലിലും മറ്റു തരത്തിലുള്ള സ്വാധീനത്തിലുമൊന്നും ഈ അന്വേഷണ സംഘം വഴിപ്പെടേണ്ടതില്ല എന്നും ഇപ്പൊ പോകുന്ന വഴിയിലൂടെ തന്നെ പോകാൻ പറയുന്നു. ഇന്നലെ പറഞ്ഞു ശബരിമല കേസ് അന്വേഷിക്കുന്നത് പാർട്ടിക്കാരല്ല, അത് കോടതി നേരിട്ടാണ് എന്ന് പറയുന്നു. അതുപോലെ അതിന്റെ എല്ലാ അന്വേഷണങ്ങളും നിയന്ത്രിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ കോടതിയാണെന്ന് അസന്നിഗ്ധമായി പറയുന്നു. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പോൾ തീർത്തു തരാൻ പറ്റുന്ന കേസല്ല, കത്തിക്കുത്ത് പോലെ പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കാൻ പറ്റിയ കേസല്ല, അതീവ സങ്കീർണമാണ്, അതിന് വേണ്ട സമയമെടുക്കും, അത് മുഴുവൻ പേരെയും ശിക്ഷിക്കും എന്ന് കോടതി ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഏറ്റവും വിശ്വാസയോഗ്യരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്, അവർ അത് തെളിയിക്കുമെന്ന് വീണ്ടും വീണ്ടും ശക്തമായി തന്നെ കോടതി പറയുന്നു. 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് കൃത്യമായി എല്ലാ പ്രതികൾക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും കേസിന്റെ അന്വേഷണത്തെയോ മുന്നോട്ടുള്ള പോക്കിനെയോ അത് ബാധിക്കില്ല, കേസിനെ സ്വാധീനിക്കാനോ കഴിയില്ല എന്ന് പറയുന്നു. അതുപോലെ നല്ല രീതിയിൽ വളരെ വ്യക്തതയോടെ മുന്നോട്ട് പോകുന്ന ഒരു അന്വേഷണം CBI അടക്കമുള്ള മറ്റ് ഏജൻസികൾക്ക് കൊടുക്കേണ്ടതില്ലെന്നും പറയുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചത് ഓരോ 15 ദിവസവും ഹൈക്കോടതി മുമ്പാകെ സീൽഡ് കവറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനോ അഭിലാഷോ അടക്കമുള്ള ആർക്കും മറ്റൊരാൾക്കും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഘട്ടമുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കാരണം അത് കോടതിക്കാണ് അറിയാവുന്നത്. അതുകൊണ്ട് കോടതി മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുവാനുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ആരും ഇതിൽ ബുദ്ധിമുട്ടേണ്ടതില്ല. അന്വേഷണ ഏജൻസി ധൈര്യമായി പൊയ്ക്കൊള്ളാൻ പറയുമ്പോൾ എന്തിനാണ് ആശങ്ക? ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേസിൽ നിന്ന് വിടുതലല്ല, കണ്ടീഷണൽ ജാമ്യമാണ്. എല്ലാ ആഴ്ചയും വന്ന് ഒപ്പിടണം, ഇന്ത്യ വിട്ട് പോകാൻ പാടില്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുമ്പോഴൊക്കെ ഹാജരാകണം. ആ കണ്ടീഷണൽ ബെയിൽ ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഒരു തരത്തിലും ബാധിക്കില്ല. പൂർണ്ണമായും ശബരിമലയുടെ നയാ പൈസ നഷ്ടപ്പെട്ട, സ്വർണ്ണ തളിക നഷ്ടപ്പെട്ട, സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട എല്ലാ കേസിലും മാതൃകാപരമായി പ്രതികളെ ശിക്ഷിക്കും, 100% ഉറപ്പാണ്. ശരി, ശ്രീ TK രാജഗോപാൽ, ഇന്നലെ ഹൈക്കോടതി അന്വേഷണ സംഘത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം എന്നാണ്. പുറത്തുന്നയിക്കപ്പെട്ട എല്ലാ സംശയങ്ങളെയും കോടതി അവാസ്തവം എന്ന നിലയിൽ തള്ളി. കുറ്റപത്രം വൈകുന്നത് അതൊരു സങ്കീർണമായ കേസായതുകൊണ്ട് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു. ഭാഗിക കുറ്റപത്രം നൽകേണ്ടതില്ല, ഇത് അങ്ങനത്തെ ഒരു കേസല്ല എന്ന് പറഞ്ഞു. ജാമ്യം കിട്ടുക എന്നുള്ളതൊരു സാധാരണ പ്രക്രിയയാണ്, ജാമ്യം കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് കുറ്റാരോപിതർ ശിക്ഷിക്കപ്പെടുന്ന വിധത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നതിലാണ് കാര്യം എന്ന് പറയുന്നു. പുറത്തുയർന്ന എല്ലാ ആശങ്കകളെയും കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് അവാസ്തവം എന്ന് കണ്ട് തള്ളുമ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി എന്നുള്ളത് കൊണ്ട് SITയെ വിമർശിക്കാനുണ്ടോ? ഇല്ല അഭിലാഷേ, അവാസ്തവം എന്നുള്ള പ്രയോഗം തന്നെ വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അത് അവാസ്തവമല്ല. പറയുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോടതി, ഏറ്റവും പരമമായ കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ് പറയുന്നത്. നമ്മളതിനെ ആ രൂപത്തിൽ കണ്ടാൽ മതി എന്നാണ്. നമ്മൾ ഭരണഘടനയെ മാനിക്കുന്നുണ്ട്, പോലീസിനെ മാനിക്കുന്നുണ്ട്, അല്ലേ? എല്ലാ അത്തരം കാര്യങ്ങളും നമ്മൾ അങ്ങേയറ്റത്തെ ബഹുമാനമാണ് അവർക്ക് കൊടുക്കുന്നത്.
അപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു പരാമർശത്തെ ആ ഒരു തലത്തിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ രാഷ്ട്രീയമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകാം. SITയെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരുണ്ടാകാം. അത്തരത്തിലുള്ളൊക്കെ രാഷ്ട്രീയ വ്യത്യാസം നമുക്ക് പറയാം. മുമ്പേ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിനകത്തിൽ CBI അന്വേഷണം വന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഹർജിയിലാണ് ഇത് വന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിശ്വ ബിഷത്തും കൊടുത്ത ഹർജിയിലാണ് പറഞ്ഞത് എന്തുകൊണ്ട് കേസ് CBIക്ക് വിട്ടുകൂടാന്നുള്ളത്. CBIക്ക് വിട്ടുകൂടുന്നതിനകത്തിലും ആ ഒരു പിന്നെ കൃത്യമായൊരു പരാമർശമല്ലേ കോടതി ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. അവർ പറയുന്നത് CBIയിലെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന ആരാണ്? അവർ വേറെ ആളുകളൊന്നുമല്ല, നമ്മുടെ സംസ്ഥാന പോലീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന വിദഗ്ധരായ ഉദ്യോഗസ്ഥരാണ്, മികച്ച കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥരാണ് CBIയിൽ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്? ഈ നമ്മുടെ SIT സംഘത്തെക്കുറിച്ചും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? SIT സംഘത്തെക്കുറിച്ചും പറഞ്ഞതാണ് അവർ മികച്ച ഉദ്യോഗസ്ഥർ, അവർ രാജ്യത്തെ മികച്ച ഉദ്യോഗസ്ഥരാണെന്നാണ്. അത്തരത്തിലാണ് പരാമർശം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കോടതി പറഞ്ഞ ആ സാവകാശം നമുക്ക് അനുവദിക്കാം. കോടതി അത്രയാണ് പറയുന്നത്, നിങ്ങൾ കുറച്ചുകൂടെ സാവകാശം എടുത്തോളൂ. സാവകാശം എടുത്തിട്ട് ഈ അന്വേഷണത്തിൻ്റെ ഒരു പുരോഗതിയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്താം. അതേപോലെ തന്നെ അത് കോടതി ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പ്രതിയും രക്ഷപ്പെടാൻ പോകുന്നില്ല, പ്രതിസ്ഥാനത്തുള്ള ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൻ്റെ പരാമർശങ്ങളെ ഈ ശബരിമല സ്വർണ്ണക്കേസിലെ ഒരു വിധിന്യായം ആയിട്ട് പോലും വ്യാഖ്യാനിച്ചാൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു വിധിന്യായം വന്നതുപോലെയാണ് നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ പോറ്റി പുറത്തിറങ്ങിയതിൽ ആശങ്കയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പോറ്റി പുറത്തിറങ്ങിയതിൽ ആശങ്കയുണ്ട്. കാരണം ഈ കൊള്ളയുടെ കിങ് പിൻ അയാളാണ്. 2007 മുതൽ നടന്നിരിക്കുന്ന എല്ലാ ഓപ്പറേഷൻസിൻ്റെ നടുക്ക് പോറ്റിയുണ്ട്. തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ പറ്റും. എത്ര വ്യവസായികളാണ് അല്ലേ, ഗോവർദ്ധനോ അല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരി അടക്കം എത്രയോ വ്യവസായ ഭീമന്മാരുമായിട്ടൊക്കെ അയക്ക് നല്ല ബന്ധങ്ങളുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പോറ്റിയെ അങ്ങനെ കുറച്ച് കാണുന്നില്ല അയാൾ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ അഭിലാഷ് നമ്മൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് കാണിച്ചത് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ചിത്രമാണ് കാണിച്ചത്. ജയിലിൽ നിന്ന് പോറ്റി ഇറങ്ങി വരുന്ന ഭാര്യയോടൊപ്പം കാറിൽ കയറി പോകുന്നതായിട്ടുള്ള ചിത്രമാണ് നിങ്ങൾ കാണിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ചർച്ച തീരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കാരേറ്റിലെ വീട്ടിലേക്ക്, തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് അതിർത്തിയിലുള്ള വീട്ടിലേക്കാണ് പോയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അവിടെ കൂടെ നമ്മളൊന്ന് ക്യാമറയുടെ ഒരു ശ്രദ്ധ വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ED അവിടെ നിൽപ്പുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ പോറ്റിയെ സ്വീകരിക്കാനായിട്ട് ഇപ്പം കുടുംബക്കാർ ഇവിടെ വന്നതുപോലെ ED അവിടെ നിൽക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കൃത്യമായ കുറേ കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. ED തൊട്ട് പുറകിന് വന്നിട്ടുണ്ട്. മുരാരി ബാബു ഇറങ്ങിയ സമയത്ത് നമ്മളെ കണ്ടല്ലോ. മുരാരി ബാബുവിന് ആദ്യത്തെ ദിവസം തന്നെ ഒരു നോട്ടീസ് കൊടുത്തു. പോറ്റിക്ക് ചിലപ്പോൾ ഇന്ന് തന്നെ കൊടുക്കുമെന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് അവർ ഇഷ്ടം പോലെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പുറത്തു വന്ന നമ്മൾ പറഞ്ഞില്ലേ, പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് ബാംഗ്ലൂരിൽ അടക്കം ഏതാണ്ട് 1.5 കോടി രൂപയുടെ ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ട് പോറ്റിയുടേത്. അതേപോലെ തന്നെ പല അക്കൗണ്ടുകളിലേക്കുള്ള അന്വേഷണങ്ങളും വ്യാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോറ്റിയെ ഏത് ദിവസം ഇപ്പോൾ ഇന്നിറങ്ങാം. ഇതിപ്പോൾ കണ്ടീഷൻ ബെയിലാണ്, സ്വാഭാവികമായിട്ട് കിട്ടാവുന്നൊരു ബെയിലാണ്. സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞാൽ ഏതൊരാൾക്കും കിട്ടാവുന്നൊരു ബെയിൽ എന്നുള്ളതിനെ കണ്ടാൽ മതി. അതേപോലെ അരുൺകുമാർ പറഞ്ഞാൽ അത് ഒരു ദിവസമല്ല, ആഴ്ചയിൽ ഒരു ദിവസമല്ല പോറ്റി ഹാജരാകേണ്ടത്. അത് മുരാരി ബാബുവിനാണെന്ന് തോന്നുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആഴ്ചയിൽ 2 ദിവസം ഹാജരാകണമെന്നാണ്, ചൊവ്വായും വെള്ളിയും ഹാജരാകണമെന്നാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എന്തായാലും അന്വേഷണം റഡാറിൽ തന്നെയാണ്. ഇത് മാത്രമല്ല, ഇവിടെ പല ആളുകളും തെറ്റിദ്ധരിച്ചേക്കാം. ജാമ്യം കിട്ടുക എന്നുള്ളതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ജാമ്യം കിട്ടി എന്ന് കരുതി വിടുതൽ എന്നുള്ളതല്ല, ഇപ്പോൾ ജയിലിൽ കഴിയേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിൽ നിന്നും ജയിലിൽ നിന്നും ഇറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവികമായിട്ടും ഇനി EDയെ നേരിടേണ്ടി വരും. കാരണം ED ഇന്ന് തന്ത്രിയുമായി ബന്ധപ്പെട്ട, തന്ത്രിക്ക് നിക്ഷേപം ഉണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരു ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുകയാണ്. തന്ത്രി അവിടെ നിക്ഷേപിച്ച പണം നഷ്ടമായിട്ടും ഒരു പരാതി കൊടുക്കാൻ പോലും തന്ത്രി തയ്യാറായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ മണി ട്രെയിൽ മുഴുവൻ അന്വേഷിച്ചാൽ ഒരുപക്ഷെ മറ്റാളുകളിലേക്കും കൂടി എത്താം. പണം സംബന്ധിച്ച അന്വേഷണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീട്ടിൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കണോ? മഹേഷ്, അദ്ദേഹത്തിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാനത് കട്ട് ചെയ്തിട്ട് മടങ്ങിയെത്താം. ശ്രീ വസന്ത് സിറിയക്ക് ഉണ്ടോ? ശ്രീ വസന്ത് സിറിയക്ക്, ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മോചിതനായി ജാമ്യം കിട്ടി ഇറങ്ങി. മുമ്പ് മുരാരി ബാബു അടക്കമുള്ള പ്രതികളും ജാമ്യം കിട്ടി ഇറങ്ങിയിരുന്നു.
അടുത്ത ദിവസം മറ്റ് പ്രതികളും അവരുടെ 90 ദിവസ കാലാവധി പൂർത്തിയാവുന്നതിനനുസരിച്ച് മറ്റു പ്രതികളും ഇറങ്ങും. സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്. സ്വാഭാവികമായിട്ടും ജാമ്യം കൊടുത്തേ പറ്റൂ, കാരണം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് വലിയ അപരാധമൊന്നുമല്ല. ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വേണ്ടതെന്ന് കോടതി, ഇതിന് മേൽനോട്ടം വഹിക്കുന്ന കോടതി വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്വാഭാവികമായ ജാമ്യം എന്നത് തെറ്റാണ്. BNSന്റെ 187(3) സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്താ പറയുന്നത്? 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ, ആ ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ലെങ്കിലാണ് ഈ ബെയിൽ അവൈലബിൾ ആകുക. അപ്പൊ അത് സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്, റൈറ്റ് ഓഫ് ദ കൺവിക്ട് എന്നുള്ളതാണ്. അപ്പൊ അയാൾക്ക് അത് റൈറ്റായി മാറുന്നത് 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്തത് കൊണ്ടാണ്. അതായത് ഇത് സ്വാഭാവികമായി മാറുന്നത് അസ്വാഭാവികമായി സർക്കാർ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രിക്കുന്ന SIT അവർ ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്തത് കൊണ്ടാണ് എന്നത് കൂടി കൂട്ടി വായിക്കണം. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ 90 ദിവസം കഴിഞ്ഞു പോകുന്നത് വലിയ അപരാധമല്ല. കാരണം തിരുവനന്തപുരത്ത് PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്രിമത്വം കാണിച്ച SFI പ്രവർത്തകരുടെ വാർത്ത അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൽ 1.5-2 വർഷം കഴിഞ്ഞ് കോടതി കണിശമായി വിമർശിച്ച ശേഷമാണ് ഈ പറയുന്ന ചാർജ് ഷീറ്റ് സമർപ്പിച്ചത്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ CPM നേതാക്കൾ പ്രതിയാകുന്ന എല്ലാ കേസിലും 90 ദിവസത്തിനുള്ളിൽ ഒരു കേസിൽ പോലും ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടില്ല എന്ന അത്ഭുതാവകമായ കാര്യം പല കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ടെക്നിക്കാലിറ്റീസ്, നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് എന്ന് അഭിഭാഷകർ പറയുന്ന ആ ടെക്നിക്കാലിറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് പോറ്റി അടക്കമുള്ളവർക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അവൈലബിൾ ആക്കിയതിൽ സർക്കാരിന് പങ്കുണ്ടോ എന്ന ഇതിലൊരു പ്രശ്നമുള്ളത്, ഈ അന്വേഷണം എന്ന് പറയുന്നത് കോർട്ട് മോണിറ്റേർഡ് ആണ്. ഈ അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കോടതിയാണ്. എല്ലാ 15 ദിവസവും അന്വേഷണ റിപ്പോർട്ട് വാങ്ങുന്നത് കോടതിയാണ്. സമ്പൂർണ്ണമായി കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ്. ആ നിയന്ത്രിക്കുന്ന കോടതി പറയുന്നു അങ്ങനെ എടുപിടിയുന്ന കുറ്റപത്രം കൊടുക്കേണ്ട കാര്യമില്ല, ഇത് സാധാരണ കേസാണ്, ഇത് വളരെ സങ്കീർണമായ കേസാണ്, ഇതിനൊരു അനുബന്ധ കുറ്റപത്രമോ ഇടക്കാല കുറ്റപത്രമോ കൊടുത്തുകൂടെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെയും ആവശ്യമില്ല, ഇത് സങ്കീർണമായ ഒരു കേസാണ്, പ്രതികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജാമ്യം കിട്ടുന്നതിലോ കുറ്റപത്രം ഇപ്പോൾ കൊടുക്കാതിരിക്കുന്നതിലോ യാതൊരു അപാകവുമില്ല എന്ന് ഈ കേസ് മോണിറ്റർ ചെയ്യുന്ന കോടതി പറഞ്ഞാൽ പിന്നെ അതിൽ രാഷ്ട്രീയ ആരോപണത്തിന് എവിടെ പ്രസക്തി ഉണ്ടല്ലോ? ശ്രീ അഭിലാഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതേ കോടതി തന്നെയാണ് നിങ്ങൾ ബിഗ് ഗൺസിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് SITയെ വിമർശിച്ചത്. രണ്ട്, SITയുടെ ഒരു മൊറൽ ബൂസ്റ്റപ്പ് ചെയ്യുക. തൽക്കാലം അങ്ങനെ അവരെ അങ്ങ് വിമർശിച്ച് പുറകോട്ട് അടിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് സർക്കാരിന്റെ അടക്കം ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദമുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു സാഹചര്യത്തിൽ അവർ മൊറലിനെ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന കണക്കിലാണ് കോടതി അത് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ധൃതി ഇടണ്ട, ഈ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ നിങ്ങൾ വേവലാതിപ്പെടണ്ട, മാക്സിമം ആസ് പോസിബിൾ അത് ചെയ്യുക എന്നാണ് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ചെയ്യാൻ തന്നെ കോടതി പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്കിതാ 5 വർഷം തന്നിരിക്കുന്നു, അന്വേഷിച്ച ശേഷം മടങ്ങി വരൂ എന്ന് പറഞ്ഞ് കയറൂരി വിടുകയല്ല ചെയ്തത്. രണ്ട്, ഈ പോറ്റി വെളിയിൽ ഇറങ്ങുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ ശ്രീ അഭിലാഷ്? നമ്മൾ പറയും ഈ പ്രതി വെളിയിൽ ഇറങ്ങുമ്പോൾ പ്രതി മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയാണ് എല്ലാ കേസുകളിലും നമ്മൾ പറയുക. പക്ഷെ ഈ കേസിൽ നേരെ തിരിച്ചാണ്, പോറ്റി സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കേസിലെ അറസ്റ്റുകളുടെ ഒരു ക്രോണോളജി പരിശോധിച്ചു നോക്കാം. പോറ്റി അറസ്റ്റ് ചെയ്തതിനു ശേഷം പോറ്റിയാണ് മുരാരി ബാബുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. മുരാരി ബാബുവും പോറ്റിയും ചേർന്നാണ് നമ്മുടെ വാസുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ മൂന്നും ചേർന്ന് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. N. വിജയകുമാർ ഏതായാലും അറസ്റ്റ് ചെയ്തത് ഈ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് പോറ്റി ഇനിയും കൂടുതൽ സമയം ജയിലിൽ കടന്നാൽ, ഇനിയും SITയുടെ ജുഡീഷ്യൽ റിമാൻഡിൽ ഉണ്ടായാൽ അദ്ദേഹം ഇനി എന്തെങ്കിലും വിളിച്ചു പറയാനുള്ള ആ സാധ്യതകൾ മങ്ങും വെളിയിൽ വരുമ്പോ. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ അന്താരാഷ്ട്ര മാഫിയ ഉണ്ടല്ലോ, ഞങ്ങൾ ആരോപിക്കുന്ന പോലെ സർക്കാരിന്റെ പിന്തുണയുള്ള സുഭാഷ് കപൂർ കേരള മോഡൽ, സുഭാഷ് കപൂർ മോഡൽ, ആ മോഡൽ പോറ്റിയെ സ്വാധീനിക്കില്ല എന്ന് ആര് കണ്ടു? പോറ്റിക്ക് ഇനിയും പറയാനുള്ള പേരുകൾ അത് പറയാതിരുന്നാൽ ഞങ്ങൾ സംരക്ഷിച്ചോളാം നിയമപരമായും മറ്റുമൊക്കെ എന്ന വാക്ക് കൊടുക്കില്ല എന്ന് ആര് കണ്ടു? 90 ദിവസം കൊണ്ട് ഈ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ താങ്കൾക്ക് അവൈലബിൾ ആക്കാൻ ഞങ്ങൾ ഇടപെട്ടിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ വെളിയിൽ നിൽക്കുന്നത്. ഇനി തുടർന്നും ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കണം, സൈലൻസ്ഡ് ആവണം എന്ന് പറയില്ല എന്ന് ആര് കണ്ടു? അപ്പൊ ആ ആശങ്ക ഞങ്ങൾക്കുണ്ട്, കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്. അതാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ മഹേഷ് പണിക്കർ, അങ്ങേക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. പോറ്റി ഇറങ്ങിയിരിക്കുകയാണ്, പോറ്റി ഇപ്പോൾ സ്വതന്ത്രനാണ്. പോറ്റിക്ക് ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? EDയുടെ റഡാർ ഉണ്ട് അവിടെ.
പോറ്റിക്ക് ഇനി ആരെങ്കിലും സ്വാധീനിക്കാനോ പോറ്റിയെ ആർക്കെങ്കിലും സ്വാധീനിക്കാനോ കഴിയുന്ന അവസ്ഥയിലാണോ ഇപ്പോൾ അന്വേഷണം? എന്ത് തോന്നുന്നു? എനിക്ക് ആശങ്കയുണ്ട്. അങ്ങനെ നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം കുഴപ്പമില്ല, ഈ അറസ്റ്റിലായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ പ്രതികൾ ഇപ്പോൾ പെട്ടിരിക്കുന്ന പ്രതികൾക്കെല്ലാം ആവശ്യമായ തെളിവുകളുണ്ട്, അവരൊക്കെ ശിക്ഷിക്കപ്പെടുമെന്നൊക്കെ നമുക്ക് ഉറപ്പ് തന്നെങ്കിലും ഈ പറഞ്ഞ പോറ്റി എന്ന് പറഞ്ഞ വിദ്വാന്റെ വിശ്വരൂപത്തിൻ്റെ കുറച്ച് രൂപം നമ്മൾ കണ്ടതാണ്. കാര്യം അയാൾ എന്തുമാത്രം വലിയ രീതിയിലാണ് ആൾക്കാരെ സ്വാധീനിച്ചിരിക്കുന്നത്. നമുക്ക് പുറത്തറിഞ്ഞിരിക്കുന്ന ഇത്രയുമാകുമ്പം അല്ലാത്ത ഒളിവിൽ കഴിയുന്ന അല്ലെങ്കിൽ മറക്കകത്ത് നിൽക്കുന്ന എത്രയോ ആൾക്കാർ, പ്രഗത്ഭരായ ആൾക്കാർ, ഈ കുറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ അയാളടുത്തുണ്ടാവും, അല്ലെങ്കിൽ അയാളോട്ട് ബന്ധപ്പെട്ട് മറ്റ് സാമ്പത്തിക ഇടപാടുകളുള്ള എത്രയോ ആൾക്കാരുണ്ടാവും. അപ്പം അവരെ പോലുള്ളവരെ പോറ്റിയെ പുറത്ത് അവർക്ക് ജയിലിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും പുറത്തായിരിക്കുന്ന പോറ്റിയെ അവർക്കൊക്കെ ആക്സസ് ചെയ്യാനും ഈ പറഞ്ഞ ബാക്കിയുള്ള തെളിവുകളിലേക്കൊക്കെ എത്താനായിട്ടുള്ള കാര്യങ്ങൾ മറയ്ക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ട്. അതില്ലെന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ അത് വരുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ ഇ ഡിയുടെ അറസ്റ്റും ഇപ്പോൾ ഉടൻ തന്നെ പോറ്റിയെ ഇപ്പോൾ അടുത്ത ദിവസം ഇ ഡി ക്വസ്റ്റ്യൻ ചെയ്യുകയും അവരുടെ കസ്റ്റഡിയിലൊക്കെ പോകുകയാണെങ്കിൽ അത് ചിലപ്പം അങ്ങനെയാകാം. അയ്യപ്പൻ്റെ നിയോഗം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ അന്വേഷണത്തിനകത്ത് ഈ പറഞ്ഞ 90 ദിവസത്തിനുള്ളിൽ ഒരു എന്താ പറഞ്ഞ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്തത് യഥാർത്ഥത്തിൽ അന്വേഷണത്തിൻ്റെ ആ ഒരു മോഷണ കുറ്റം എന്നുള്ള രീതിയിൽ അതൊരു വീഴ്ചയാണെങ്കിൽ തന്നെയും അതിസങ്കീർണമായിട്ടുള്ള രീതിയിലാണ് ഇത് ഫ്രെയിം ചെയ്യേണ്ടത്. കാര്യം ഇതിനകത്ത് പാളി മാറ്റിയിട്ടുണ്ട്. 3-4 തരത്തിൽ ഇത് വിറ്റിരിക്കാം. സ്വർണം മാത്രം വിറ്റിരിക്കാം, അല്ല വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് വിറ്റിരിക്കാം, അല്ലെ ആൻറ്റിക്കായിട്ട് വിറ്റിരിക്കാം. അങ്ങനെ പല സാധ്യതകൾ, സുഭാഷ് കപൂർ മോഡലിലുള്ള കച്ചവടമുണ്ട്. അപ്പോൾ പല സാധ്യതകളുള്ളതുകൊണ്ട് ഇതിനകത്ത് ഏതാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തത്, ഏത് രീതിയിലാണ് ഇവർ ഈ കച്ചവടങ്ങൾ ചെയ്തിരിക്കുന്നത്, ആരാണ് വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ രീതിയിൽ വരുമ്പോഴത്തേക്ക് അന്വേഷണം കുറച്ച് നീണ്ടുപോകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിസങ്കീർണമായതുകൊണ്ട് അതിൻ്റെ തെളിവുകൾ, ശാസ്ത്രീയ വശമായുള്ള തെളിവുകൾ എത്തിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പാളി പോയിട്ടുണ്ട് ആ പാളി അതുപോലെ തിരിച്ചെത്തിക്കുക എന്നുള്ളതും വളരെ എന്താ പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി SIT എന്താ പറയുക ഈ ഒരു ചെറിയൊരു കേസിലേക്ക് വേണ്ടി ഫ്രെയിം ചെയ്യാതെ മൊത്തത്തിൽ ശബരിമലയിൽ ഇപ്പം കലാകാലങ്ങളിൽ നടന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള അത്രയും പീരീഡിലേക്കുള്ള നടന്നിട്ടുള്ള എല്ലാ കൊള്ളയും, പോറ്റിയുമായിട്ട് ഇടപെട്ടുള്ളതും പോറ്റി ഇല്ലാത്തതുമായിട്ടുള്ള സകല കൊള്ളയും പുറത്തു വരാനായിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോറ്റി ഇപ്പോൾ പുറത്തു പോയെങ്കിലും അത് സാരമില്ല, അത് കേസിനെ ഇതാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ വിശ്വസിക്കാനും അവർ സ്വാഭാവികമായിട്ട് എടുത്തതാണല്ലോ, അപ്പോൾ അവരെ വിശ്വസിക്കാൻ തന്നെയാണ് എൻ്റെ ഭാഷ്യം. ശരി, ഷാരുൺകുമാർ, ഇവിടെ ഇപ്പോൾ വസന്ത് സിറിയക്ക് ചൂണ്ടിക്കാണിച്ചത് അവരുടെ ആശങ്കകളാണ്. പോറ്റി എന്ന് പറയുന്ന അയാളൊരു കൺവിൻസിങ് സ്റ്റാറാണ്, അതുകൊണ്ടാണല്ലോ ഇത്രയും ദീർഘകാലം തട്ടിപ്പ് നടത്തിയത്. അയാളുടെ കയ്യിൽ പല ആളുകളുടെ വിവരങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പല ആളുകളുമായിട്ടുള്ള ബന്ധം മറച്ചു വെച്ചതുണ്ടാവും. ഇതുവരെ SITയോട് പറയാത്ത കാര്യങ്ങൾ ഉണ്ടായേക്കാം. പുറത്തിറങ്ങി വരുന്ന പോറ്റി സർവതന്ത്ര സ്വതന്ത്രനാണ് എങ്കിൽ പോറ്റിയെ സ്വാധീനിക്കാനും പോറ്റിക്ക് ഇനിയും സ്വാധീനിക്കാനും കഴിയില്ലേ എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി അപക്വമായ ചില കാര്യങ്ങൾ, സാങ്കല്പികമായിട്ടുള്ള ചില ആശങ്കകളും കഥകളും അതുപോലെ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് കൂട്ടിച്ചേർത്ത് പറയുന്നത്. UDFന്റെ ആഗ്രഹത്തിനും ആശങ്കയ്ക്കും അനുസരിച്ച് ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒറ്റ ചോദിക്കട്ടെ, ഈ കേരളത്തിലോ ഇന്ത്യയിലോ 15 ദിവസം നടത്തുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഒരു ഭരണഘടനാ കോടതി പരിശോധിക്കുന്ന ഏതെങ്കിലും അന്വേഷണം ഇതുവരെ ഇന്ത്യയുടെ നിയമന്യായ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആ 15 ദിവസം കഴിഞ്ഞ് പരിശോധിച്ചിട്ട് അന്വേഷണം ഇന്ന തരത്തിൽ പോകണമെന്ന് കണ്ടിന്യൂസ് റെഗുലർ മോണിറ്ററിംഗ് നടക്കുന്ന ഒരു കേസ് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു കേസിൽ കൃത്യമായി ഹൈക്കോടതി പറയുകയാണ്, ഞങ്ങൾ മാത്രമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഓരോ 15 ദിവസത്തിനിടയിൽ സീൽഡ് കവറിൽ അതുപോലെ തന്നെ ഇൻ ക്യാമറ കോർട്ടിൽ പരിശോധിക്കുന്നത്, മറ്റാരും പരിശോധിച്ചിട്ടില്ല. അത്തരം ഒരു കേസിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ അന്വേഷണം സത്യസന്ധമായ രീതിയിലാണ് പോകുന്നത്, മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടും. പെട്ടെന്ന് ഒരു കത്തിക്കുത്തു കേസിൽ കൊടുക്കുന്നത് പോലെ കുറ്റപത്രം കൊടുക്കേണ്ട കേസല്ല. സാങ്കേതികമായി നിരവധി റിപ്പോർട്ടുകൾ വേണം. ഈ കൊണ്ടുപോയ സ്വർണം അത് ശബരിമല പാളിയിൽ നിന്ന് തന്നെയാണോ, അത് തന്നെയാണോ കൊണ്ടുപോയി ഉരുക്കിയത്, വിറ്റത്, അതിന്റെ എല്ലാ പരിശോധനയും നടത്തി ഫോറൻസിക് റിപ്പോർട്ട് ഇല്ലാതെ ഒരു ഇടക്കാല കുറ്റപത്രം കൊടുക്കാൻ പറ്റുമോ? മിസ്റ്റർ അഭിലാഷ്, ഇടക്കാല കുറ്റപത്രം എന്ന് പറയുന്ന ഒരു വാക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഇല്ല. അങ്ങനെ ഒരു രീതിയില്ല. പോലീസ് നടത്തുന്ന അന്വേഷണം, അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം ക്രോഡീകരിച്ച് റിപ്പോർട്ട് അന്തിമമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നീട് വരുന്ന പല വെളിപ്പെടുത്തലുകളും പല തെളിവുകളും കൂട്ടി അഡീഷണൽ കുറ്റപത്രം കൊടുക്കും. അല്ലാതെ ആദ്യം തന്നെ ഇടക്കാല ഉത്തരവ് കോടതി പാസ്സാക്കുന്നത് പോലെ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ച് അതിൽ തെളിവുകളൊന്നുമില്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ പ്രതികളും രക്ഷപ്പെടപ്പെടും, എല്ലാ പ്രതികളും അവരുടേതായിട്ടുള്ള വിടുതൽ നേടും. ക്രിമിനൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരു ചെങ്ങല പോലെയാണ്.
കണ്ണികൾ അവിടെ ഇവിടെ അങ്ങ് കണ്ടെത്തിയിട്ട് കാര്യമില്ല. ഈ കണ്ണികൾ കൂട്ടിയോജിപ്പിക്കണം. പരസ്പരം വിട്ടുപോകാത്ത തരത്തിൽ ആ കണ്ണികൾ, അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കണ്ണികൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഒരു മഹാചെങ്ങലയായിട്ട് അത് മാറുമ്പോഴാണ് ക്രിമിനൽ കേസ്. പ്രതികൾ എന്താ ചെയ്യണേ? ആൻസർ ടു ദി ചാർജ് ആണ്. ഈ ചെങ്ങലയുടെ കണ്ണികളിൽ ഒരു ക്രിമിനൽ കേസാണല്ലോ ഇതിപ്പോ അന്വേഷിച്ച് ദിവസം പിന്നിട്ടല്ലോ. അപ്പോ ഇതിലെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ്, സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. ആ സ്വർണം കൊണ്ടുപോയ ആളുകൾ എവിടേക്കാണ് ഇത് വിറ്റഴിച്ചിട്ടുള്ളത്? സുഭാഷ് കപൂർ മോഡലൊക്കെ കോടതി ആശങ്കപ്പെട്ടു, അല്ലെങ്കിൽ ആരാഞ്ഞു. അതല്ല, ഇത് പ്യൂർ ആയിട്ടുള്ള മോഷണം മാത്രമാണ്. ഇപ്പോൾ ആകെ 484 ഗ്രാം സ്വർണ്ണമാണ് തൊണ്ടിയായിട്ട് കിട്ടിയിട്ടുള്ളത്. മോഷണത്തിൻ്റെ എക്സ്റ്റെൻറ്റ് അതല്ല. അപ്പോൾ കൊണ്ടുപോയ സ്വർണം ആർക്കൊക്കെ കൊടുത്തു, അത് ഏത് രൂപത്തിൽ മാറ്റി, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന അവിടെ തിരികെ കൊണ്ടുവച്ചിരിക്കുന്ന വസ്തുക്കൾ ഒറിജിനലാണോ? ഇതിന്റെ ശാസ്ത്രീയ പരിശോധന, VSSCയിലെ പരിശോധനയൊക്കെ നടന്നു, ഫോറൻസിക് പരിശോധനകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും താങ്കൾ ഈ പറഞ്ഞ ഈ ചങ്ങലയുടെ രൂപത്തിൽ ഇത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇനി എത്ര നാൾ വേണം? ഇതിൽ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് കഴിയാത്തത് എന്നുള്ളതാണ് പ്രശ്നം. യെസ്, ഈ ചോദ്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ ആർക്കറിയാൻ? ആരാണ് അറിയേണ്ടത്? ഒന്ന് അറിയേണ്ടത് വിചാരണ കോടതി. വിചാരണ കോടതി എങ്ങനെയാ അറിയണത്? കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ. ഇപ്പോ ഈ കേസ് വിചാരണ കോടതിയല്ല, മോണിറ്റർ ചെയ്യുന്നത് ഭരണഘടനാ കോടതിയാണ്. അതായത് അപ്പീൽ കോടതിയായ ഹൈക്കോടതി ഭരണഘടനാ കോടതിയാണ്. ആ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാർക്ക് മാത്രമേ ഇതിൽ നടത്തിയ അന്വേഷണം എന്ന് റിപ്പോർട്ട് രൂപത്തിൽ 11 ഇടക്കാല ഉത്തരവുകളുടെ രൂപത്തിൽ അവർ പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ച ദിവസം തന്നെ അവർ ഇടക്കാല ഉത്തരവ് പാസാക്കിയിട്ടുണ്ട്. ഇന്ന അന്വേഷണം, ഇന്നത്, ചിലത് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല, ചിലത് ഞങ്ങൾ പറയുന്നില്ല, അത് പറഞ്ഞാൽ അന്വേഷണത്തെ ബാധിക്കും, തെളിവ് നശിപ്പിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാനോ അഭിലാഷ് മോഹനോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്കോ ഒന്നും ഇതിന്റെ 1% പോലും നേരിട്ട് മനസ്സിലാക്കാൻ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അവസരം കിട്ടിയിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയുകയാണ് എവിടെ ചെന്നു, എങ്ങനെ? ഇതാണ് ഒരു ക്രിമിനൽ അന്വേഷണത്തിലുള്ള ഇടപെടൽ. ആ ഇടപെടലാണ് മീഡിയ ട്രയൽ. അത് പാടില്ല എന്നതാണ് ഹൈക്കോടതി പറഞ്ഞത്, പല ഘട്ടത്തിലും സൂചിപ്പിച്ചത്. ഇപ്പോഴും ഹൈക്കോടതി പറയുന്നു മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുവാനുള്ള തെളിവ് ഈ കേസിലുണ്ട്, ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമേയല്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, കുറ്റപത്രം സമർപ്പിച്ചു എന്നിരിക്കുക, 90 ദിവസത്തിന് മുമ്പ് 85-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു എന്നിരിക്കുക, പ്രതിയുടെ ജാമ്യം നിഷേധിക്കപ്പെടുമോ? പ്രതിയുടെ അഭിഭാഷകന്റെ വാദം എന്തായിരിക്കും? കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓവർ, അതുകൊണ്ട് ഇനി എന്നിൽ നിന്ന് ഒരു തെളിവ് ശേഖരിക്കാനില്ല, അതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടണം. കുറ്റപത്രം സമർപ്പിച്ചു എന്ന കാരണത്താൽ എത്രയോ ജാമ്യം കൊടുക്കുന്നു. കാരണം ബെയിൽ ഈസ് ദ റൈറ്റ്, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചാൽ പിന്നെ ഒരിക്കലും സാക്ഷിയെ പിടിച്ചു എന്നോ മറ്റ് തെളിവ് നശിപ്പിച്ചു എന്നോ വരില്ല. കാരണം ഓൾറെഡി കുറ്റപത്രമായി. അതൊക്കെ സാങ്കേതികമായിട്ടുള്ള നിയമത്തിൻ്റെതായിട്ടുള്ള നൂലാമാലയാണ്, പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ഇവിടെ രാഷ്ട്രീയ ഇംഗിതത്തിന് വഴങ്ങി ജനതയെ ബാധിക്കുന്ന വിഷയവും ബജറ്റിലെ നിർദ്ദേശങ്ങളും ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് കോൺഗ്രസ് ഒരു അജണ്ട നിശ്ചയിക്കുന്നു. അതനുസരിച്ച് എല്ലാവരും അത് നടപ്പില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കേസിലേക്ക് ഒരിക്കൽ കൂടി വന്നതിന് ശേഷം ടി.കെ. രാജഗോപാൽ ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചത് ശരിയാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പരിമിതമായ കാര്യങ്ങളാണ്. കോടതി ഉത്തരവുകളിൽ പരാമർശിക്കുന്ന കാര്യങ്ങളും പിന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ഹർജികളിൽ കോടതികളിൽ കൊടുത്തിരിക്കുന്ന വിവിധ റിപ്പോർട്ടുകൾ, അതായത് ഈ റിമാൻഡിന്റെയും മറ്റുമൊക്കെ സമയത്ത് കൊടുത്തിരിക്കുന്ന മെമ്മോകളും റിപ്പോർട്ടുകളും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷേ അന്വേഷണത്തിന്റെ ക്രക്സ് എന്താണ് എന്നുള്ളത് ഈ രേഖകളിലില്ല. അങ്ങനെ അന്വേഷണ സംഘം വെളിപ്പെടുത്തുകയുമില്ല. കോടതി ആ കാര്യത്തിൽ പൂർണ്ണമായി നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങൾ, വിചാരണ ഘട്ടത്തിൽ മാത്രം അറിയിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ വെളിപ്പെടുത്തില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വളരെ പരിമിതമായ നോളജ് മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്. അപ്പോഴും നമ്മൾ ലഭ്യമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ അന്വേഷണം ഇനി അറസ്റ്റുകളില്ലാതെ അതിനൊരു കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളതാണോ? ഇനി സ്വാഭാവികമായിട്ടും വേണ്ടത് ഇതിൻ്റെ തെളിവുകൾ, തൊണ്ടി, ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യൽ തുടങ്ങിയവയായിരിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് പോവാൻ കഴിയുന്ന ഇടങ്ങളിലേക്കെല്ലാം അന്വേഷണം പോവുകയും അത് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുകയും ചെയ്തു എന്ന് നമുക്ക് ന്യായമായും കരുതാമോ? അങ്ങനെയല്ല അഭിലാഷ്, ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറയുന്നത്. ദേവസ്വം ബെഞ്ചിൻ്റെ മുമ്പിൽ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ SIT കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് അവർ മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട 2 ജഡ്ജിമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ.
അവർ പുറത്തേക്ക് പറഞ്ഞ ചില കമൻസുകൾ, ചില പരാമർശങ്ങളിലൊക്കെ നിന്നാണ് നമ്മൾ ഈ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇന്നലെ അവർ പറയുന്നത് കേട്ടില്ലേ, ഇന്നലെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ കമൻറ്റ് വന്നത് ഇത് അതിസങ്കീർണമായ ഒരു കേസാണെന്നാണ് പറയുന്നത്. അതിസങ്കീർണമായ ഒരു കേസാണ്. ശരിയാണത്. നമ്മൾ ശബരിമലയിലെ ഈ ആദ്യം കേൾക്കുന്നത് എന്താണ്? ആകപ്പാടൊക്കെ ആദ്യം കേട്ടത് ഈ ദ്വാരപാലകരെ താങ്ങിയിരിക്കുന്ന പീഠം പോയി എന്നാണ്. അങ്ങനെ ഒരു പീഠം അവിടെ നിന്ന് പോയിരിക്കുന്നു, അങ്ങനെ എന്തോ ഒരു കാര്യം, നിസ്സാരമായൊരു കാര്യം പോലെയാണ് നമ്മൾ ആദ്യം കേട്ടത്. പിന്നീട് എന്തെല്ലാമാണ് അതിൻ്റെ തുറന്നു വരുന്നത്? ദ്വാരപാലക ശില്പങ്ങൾ തന്നെ, പാളികൾ തന്നെ പോയിരിക്കുന്നു. അതന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് കട്ടള പോയിരിക്കുന്നു. അതന്വേഷിച്ചപ്പോഴാണ് വാതിൽ പോയിരിക്കുന്നു. അങ്ങനെ ഇത് വ്യാപ്തി അങ്ങ് വർദ്ധിക്കുകയാണ്. അതാണ് കോടതി പറയുന്നത് ഒരു സാധാരണ കേസല്ല, ഇതൊരു സാധാരണ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ശബരിമല അയ്യപ്പസ്വാമിയുടെ 10,000-കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അതൊരു വെറും മോഷണ കേസല്ലിത്. അതുകൊണ്ടാണ് കോടതി, എനിക്ക് തോന്നുന്നത് സങ്കീർണമാണ്. നിങ്ങൾ കണ്ണികളെ യോജിപ്പിച്ചു, യുക്തിസഹമായി വേണം ഈ കുറ്റപത്രം വരാനെന്നാണ് പറയുന്നത്. കുറ്റപത്രം സമർപ്പിക്കാം, അതിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കറിയാം. 90 ദിവസത്തേക്കും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ജാമ്യം കിട്ടുമെന്നറിയാം. ഇന്നിപ്പോൾ ജാമ്യം കേട്ട ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി എന്താണ് പറയുന്നത്? ഞങ്ങൾ ഈ കേസിൻ്റെ മെറിറ്റിലേക്കേ കടക്കുന്നില്ല, ഞങ്ങൾ ഇതിൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, 90 ദിവസം കഴിഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജാമ്യം കൊടുക്കണം. അങ്ങനെ കൊടുത്തു എന്നേ അവർ പറയുന്നുള്ളൂ. എന്നിട്ട് തന്നെ ശക്തമായ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ആ ബെയിൽ കൊടുത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അന്വേഷണത്തെ ആ രീതിയിൽ നമ്മൾ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരുപാട് മുമ്പേ പറഞ്ഞതുപോലെ സ്വർണം തൊണ്ടി മുതൽ എന്തി, അതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ പറയുന്ന കുറേ സാക്ഷിപ്പട്ടികയിലേക്ക്, ഇതിനകത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത ചില ആളുകൾ സാക്ഷിപ്പട്ടികയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത്. ഈ പോറ്റിയുടെ കൂട്ടുകാരായിട്ട് കുറേ ആളുകളുണ്ടായിരുന്നു. ഈ സ്വർണം ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കഥാപാത്രങ്ങളുണ്ടായിരുന്നു. ഇവരാരും ഇതുവരെ വന്നിട്ടില്ല. ഇവരാരും പ്രതിപ്പട്ടികയിലായിട്ട് സാക്ഷിപ്പട്ടികയിലായിട്ട് വന്നിട്ടില്ല. രമേശ് റാവു, പിന്നെ അനന്തനാരായണൻ, അങ്ങനെയൊക്കെ ചില കഥാപാത്രങ്ങളുണ്ട്. അവരാണ് ശബരിമലയിൽ നിന്ന് ഇളക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ശബരിമലയിൽ പോറ്റി അല്ല എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. പോറ്റി ഒരു തവണയോ മറ്റോ അവിടെ നേരിട്ട് ഹാജരായത് കൈമാറി വാങ്ങിയിട്ടുള്ളൂ. ഈ 2 വിദ്വാന്മാരാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇവരിത് എടുത്തിട്ട് നേരെ ഹൈദരാബാദിലേക്കൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൽപേഷ്, അത് കഴിഞ്ഞിട്ടാണ് ഈ കൽപേഷ് എന്നൊരു കഥാപാത്രം വരുന്നത്. കൽപേഷ് വരുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയുടെ സ്ഥാപനത്തിൽ ഇത് ഉരുക്കി സ്വർണം മാറ്റി എന്നാണല്ലോ ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്വർണം മാറ്റിയ ശേഷം ആ സ്വർണ്ണമാണ് മുമ്പേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ വന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ SIT അത് പിടിച്ചെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയമായ പരിശോധനകൾ വേണം. അന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം തന്നെയാണോ ഇത്? ഈ പാളികളിൽ വല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? അതിനൊക്കെ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് VSSCക്കേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ തന്നെ മറ്റൊരു സ്ഥാപനങ്ങൾക്കും അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങൾ പറയാൻ ഒക്കുന്നില്ല. അതുകൊണ്ടാണ് കോടതി പറയുന്നത് നിങ്ങൾ സമയമെടുക്കൂ. അവരോട് പറയാം, നിങ്ങൾ സമയമെടുത്തോളൂ, എത്ര വേണമെങ്കിലും സമയമെടുത്തോളൂ, അതിനകത്തൊന്നും പ്രശ്നം. പക്ഷേ കുറ്റപത്രം കൃത്യമായിരിക്കണം. അല്ലാതെ ഒരു ഇടക്കാലം തട്ടിക്കൂട്ട് കുറ്റപത്രം കൊണ്ട് ചെന്നിട്ട് കാര്യമില്ല. അത് കോടതിക്കും അറിയാം, പോലീസിനും അറിയാം 90 ദിവസത്തേക്കും കുറ്റപത്രം വരണമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ സാധ്യമാകുന്നില്ല, സങ്കീർണമാണ്. ഇതിന്റെ വ്യാപ്തി പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല, പ്രതികൾ രക്ഷപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന വിധത്തിലുള്ള കുറ്റപത്രം വേണം. അതിനാണ് ഇപ്പോൾ കുറ്റപത്രം കൊടുക്കുന്നു എന്നുള്ളതിനല്ല, മറിച്ച് പ്രതികൾ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ കൃത്യമായി ഈ ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കുറ്റപത്രം വേണം. അതുകൊണ്ട് കാത്തിരിക്കൂ എന്നുള്ളതാണ് കോടതിയുടെ ഇക്കാര്യത്തിൽ നിലപാട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിക്കാരോടും കോടതി പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കൂ എന്നുള്ളതാണ്. അതായത് 100% വിശ്വാസം കോടതിക്ക് അന്വേഷണത്തിലും അന്വേഷണ സംഘത്തിലും ഉണ്ട് എന്നുള്ളത് ഇന്നലെ കോടതി സന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. ഒരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം പറയാം. ചർച്ചയിലേക്ക് വേണം. ശ്രീ മഹേഷ് പണിക്കർ, SITയുടെ അന്വേഷണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് തന്ത്രിക്ക് നിക്ഷേപം ഉണ്ടായിരുന്ന പൊട്ടിപ്പോയ പത്തനംതിട്ടയിലെ ചില ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. തന്ത്രി അവിടെ പണം നിക്ഷേപിച്ചിട്ട് പണം നഷ്ടമായ ശേഷം പോലും അദ്ദേഹം പരാതിപ്പെട്ടിട്ടില്ല. സാധാരണ ആരെങ്കിലുമൊക്കെ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേക്കുറിച്ച് പരാതിപ്പെടുന്നതാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിശ്ചയമായിട്ടും ED ഇറങ്ങിയാൽ ഉടൻ തന്നെ സമൻസ് കൊടുത്ത് വിളിപ്പിക്കും, അന്വേഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം പണം പോയ വഴി, ഇവർ സമാഹരിച്ചിട്ടുള്ള സ്വന്തമാക്കിയിട്ടുള്ള സ്വത്തുക്കൾ, അവ ഏത് മാർഗത്തിൽ, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് ത്രൂ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യം ഇവർക്ക് ആന്ധ്രയിലും അവിടെ ഇവിടെയൊക്കെ സ്വത്തുവകകളുണ്ട്, അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടൊക്കെ എന്നുള്ള രീതിയിലൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും EDയുടെ അന്വേഷണം ആ രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. കാര്യം ഇപ്പം ഇന്ന് തിരുവല്ല നെടുമ്പറമ്പൽ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ബാങ്കുകളിൽ വന്ന ചെക്കിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പണം പോകുന്നതിനകത്തല്ല, പണം നിക്ഷേപിക്കുന്നതിനകത്തല്ല, അത് അദ്ദേഹത്തിന് മറ്റു വരുമാനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വരാം. പക്ഷേ എന്നിരുന്നാലും അത് നഷ്ടപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് പരാതിപ്പെടാൻ പോലും കഴിയാതെ തള്ളിക്കളയാന്ന് വെച്ചാൽ എത്രമാത്രം കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുക. കാര്യം 2.5 കോടിയോ 3 കോടിയോ ഒക്കെ പോയപ്പോൾ
ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് സ്വന്തമല്ലാത്ത അധ്വാനിക്കാത്ത പണം കൈവരുമ്പോൾ മാത്രമേ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ എത്തൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഏതൊരു മനുഷ്യനും ഒരു 1000-2000 രൂപയാണെങ്കിൽ പോലും എന്തുമാത്രം വലുതാണ് അധ്വാനിക്കുന്ന പണമേ, വിയർപ്പിൻ്റെ മണമുള്ള പണം. പക്ഷേ ഇത് അങ്ങനത്തെ അല്ല, ഇത് കൊള്ളയുടെ പണമാണ്, അല്ലെ കറുത്ത പണമാണ്, അല്ലെ കള്ളപ്പണമാണെന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം വളരെ വ്യസനമുണ്ട് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. ഈ പറഞ്ഞ ദേവതാ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ തന്നെ ഏറ്റവും സംരക്ഷകരാണ്ട ആൾക്കാർ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ തന്നെ അവിടുത്തെ ഒരു പൂജാരിയാണ്, ഇന്നിപ്പോൾ പിടിച്ചിരിക്കുന്ന സുനിൽകുമാർ പോറ്റിയും അവിടുത്തെ ഒരു കീഴ്ശാന്തിയാണ്. നെയ്യ് 30 ലക്ഷം രൂപയുടെ നെയ്യെന്നും പറഞ്ഞ് വിജിലൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം തന്ത്രിയാണേലും അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കേണ്ട, മറ്റുള്ള സമൂഹത്തിലേക്ക് അതിനെ കറക്റ്റായിട്ട് എത്തിക്കേണ്ട, ഈ ചൈതന്യത്തെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ ആ ഒരു സ്വത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ മോഷണക്കാരായിട്ടോ അല്ലെങ്കിൽ അതിനെ മറ്റു രീതിയിൽ ഇത് ചെയ്യാനായിട്ടോ എത്തുന്നു എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഒരു കൊള്ളയുടെ ഏറ്റവും വലിയൊരു വ്യാപ്തിയാണ്. കാര്യം ഇത് തെളിയിക്കാനും ഇത് പുറത്തു വരാനും ഒക്കെ ഇത്രയും കാലം കഴിയാതെ പോയതും, ഇത്രയും 10-15 വർഷമായിട്ട് നടക്കുന്ന കൊള്ള ഇപ്പം മാത്രം പുറത്തു വരാൻ കാര്യവും അതൊക്കെ തന്നെയാണ്. ഈ മേളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കാലാകാലങ്ങളുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ഇത് മൂടി വെച്ചിരുന്നു. ഇപ്പം എന്തോ അത് പുറത്തു വന്നു, കംപ്ലീറ്റും പുറത്തു വരികയാണ്. അപ്പം ഈ SITയുടെ അന്വേഷണത്തോടൊപ്പം EDയുടെ ആ ഒരു സപ്പോർട്ടിംഗ് അന്വേഷണം കൂടെ വരുമ്പോഴത്തേക്ക് ഈ രണ്ട് രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പണം, കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 1-2 കിലോ സ്വർണ്ണത്തിന് വേണ്ടി അല്ല ഈ ചെയ്തിരിക്കുന്ന. 27 ലക്ഷം രൂപയുള്ളൂ 2019 കാലഘട്ടത്തിലത്തെ ആ ഒരു സ്വർണ്ണത്തിൻ്റെ വില. 1 കിലോയ്ക്ക് 2 കിലോയുടെ ഇതുണ്ടെങ്കിൽ ഇത്ര രൂപയുള്ളൂ. ഉറപ്പായിട്ടും വിശ്വാസപരമായിട്ടുള്ള കൊള്ളയാണ്, കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ്. അപ്പം ആ ഇടപാടുകളിലേക്ക് തന്നെ ആ അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം അതല്ലാതെ വരാൻ തരവില്ല. കാര്യം അയ്യപ്പൻ തന്നെയാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം. ശരി, അവിടെ ശ്രീ വസന്ത് സിറിയക്ക് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ കോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത, കോർട്ട് മോണിറ്റർ ചെയ്യുന്ന അന്വേഷണമാണ്. അതവിടെ നടക്കട്ടെ. നമുക്ക് ഇന്നിപ്പോൾ നിയമസഭ ഫെബ്രുവരി 23-ാം തീയതി വരെ പിരിഞ്ഞു. നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്തു നോക്കൂ, ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ബിസിനസ് നടന്നില്ല. സ്വർണ്ണക്കൊള്ളയിൽ അഭൂതപൂർവമായ രംഗങ്ങൾ, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുന്നത് കണ്ടു. ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ സെഷനാണ്. അതിൻ്റെ ഒരു ഹീറ്റ് സ്വാഭാവികമാണ്, മനസ്സിലാവുന്ന കാര്യവുമാണ്. പക്ഷേ ഈ കാര്യത്തിൽ കുറെ കടന്നു പോകുന്നുണ്ടോ? ഭരണപക്ഷത്തിന് അവിടെ നിന്ന് മന്ത്രിമാർക്കടക്കം 5-6 മന്ത്രിമാർക്ക് നിരന്നു നിന്ന് പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്ത് മറുപടി പറയാൻ കഴിയുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ വിഷയം എടുത്തിടാൻ കഴിയുന്നുണ്ട്. ഇത് ശരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിയുന്ന അവസ്ഥയിലാണോ ഇപ്പോ? അല്ല, അവരടിക്കുന്ന ഗോളെല്ലാം വലയ്ക്ക് പുറത്താണ് വീഴുന്നത്, ഞങ്ങൾ അടിക്കുന്നതെല്ലാം വലയ്ക്ക് ഉള്ളിലുമാണ് എന്നുള്ളതാണ്. അത് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. ഈ ഗോളടി തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ആരാണെന്നും ആ മാച്ചിലെ വിന്നർ ആരാണ് എന്നുകൂടി അങ്ങ് പരിശോധിച്ചാൽ മതി. ആ ഒരു പദപ്രയോഗം വന്നുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത്. 2, അരുൺകുമാർ പറഞ്ഞത് ഇതെന്തോ SIT രൂപീകരിച്ചതും മറ്റുമൊക്കെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ കേട്ടിട്ടേ ഇല്ലാത്ത കണക്കിനാണ് എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. സെപ്റ്റംബർ 2025 സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ചെലമൈസറിന്റെ അധ്യക്ഷതയിൽ ഒരു SIT രൂപീകരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഈ റിലയൻസിന്റെ വന്താര കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തിലാണ് റിപ്പോർട്ട്. സീൽഡ് കവറിലാണ്, മാത്രമല്ല അങ്ങ് പറയുന്നത് പോലെ ഈ ക്ലോസ്ഡ് കോർട്ടിലാണ് അത് കേൾക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കേസുണ്ട്, മദ്രാസ് കോടതി അടക്കം. അപ്പോ ഈ SIT അവർ ഹാൻഡ് പിക്ക് ചെയ്തു എന്നത് ശരിയാണ്. SIT നിയന്ത്രിക്കുന്നത്, SIT അക്കൗണ്ടബിൾ ആവുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോടാണ് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ അംബ്രക്ക ഉംബ്ര എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോ ഉടനെ മാനത്ത് നിന്ന് പൊട്ടി വീണവരല്ല SIT ഉദ്യോഗസ്ഥർ. അവർ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പെൻഷൻ പറ്റുന്ന, സംസ്ഥാന സർക്കാർ നിയന്ത്രിച്ചാൽ ട്രാൻസ്ഫറും പ്രൊമോഷനും തടഞ്ഞു വെക്കാനും പല രീതിയിലും സ്വാധീനിക്കാനും സാധിക്കുന്ന സാധാരണ മനുഷ്യർ തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. സ്വാഭാവികമായും അവർ നിയന്ത്രിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലാതിരിക്കാൻ അവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മാനത്ത് നിന്ന് പൊട്ടി വീണവരൊന്നുമല്ല. അപ്പൊ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു നിയന്ത്രണം, ഒരു സ്വാധീനം ഇതിനുമേൽ ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. അതിന് കൂടി ഉത്തരം പറയേണ്ടതായി വരും. പിന്നെ സോണിയാഗാന്ധിയുടെ കാര്യമാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാനില്ല അഭിലാഷ്. കാര്യം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ്, ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അത് സഖാവ് MA ബേബിയാണ്. കോമ്രേഡ് MA ബേബി തന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഇല്ല എന്ന്. ആ കോമ്രേഡ് MA ബേബിക്ക് ഇല്ലാത്ത ആക്ഷേപം അരുൺകുമാറോ മറ്റാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം പറയേണ്ടതായിട്ടില്ല. ദേശീയ സെക്രട്ടറി അദ്ദേഹം മനസ്സിലാക്കട്ടെ. ഇനി പ്രധാനപ്പെട്ട ഒരു കേസ് ഞാൻ അങ്ങയുടെയും അരുൺകുമാറിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്താം. വിൻവാൻസോ കേസാണത്. 2025 ഒക്ടോബർ മാസം തന്നെയാണ് ആ കേസിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ നീതിന്യായ പീഠം സുപ്രീം കോടതി വിധി പറയുന്നത്. എന്താണ് ആ കേസ് എന്നറിയാമോ? ആ കേസിൽ കുറ്റപത്രം നൽകാൻ വൈകി എന്ന് മാത്രമല്ല, അത് 300 ദിവസം കടന്നുപോയി, ചാർജ് ഷീറ്റ് കൊടുത്തില്ല. ചാർജ് ഷീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ സുപ്രീം കോടതി അതിൽ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ചാർജ് ഷീറ്റ് നൽകാൻ വൈകുന്നത് FIR കോഷ്
ചെയ്യാനുള്ള ഗ്രൗണ്ട് ആണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ 90 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു എന്താണ് 90 ദിവസത്തിനുള്ളിൽ എങ്ങനെ കണ്ടുപിടിക്കാനാണ്, ഇത് പാടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ 300 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 400 ദിവസം കഴിഞ്ഞാൽ, അത് ഇനി ഒരു 3x3 കൂടെ മതി 90-ന്റെ അപ്പുറത്ത്, അത്രയും ദിവസം കൂടെ കഴിഞ്ഞാൽ FIR ഘോഷ് ചെയ്യാൻ ആർക്ക് കോടതിയെ സമീപിക്കാം? ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾക്ക് സമീപിക്കാം. അപ്പോൾ ചാർജ് ഷീറ്റ് വൈകുന്നത് FIR ഘോഷ് ചെയ്യപ്പെടാൻ, അതായത് കേസില്ലാതാവാനുള്ള ഗ്രൗണ്ട്സ് ആയി മാറും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിയിൽ വരുമ്പോ ഞങ്ങൾ ഈ പേപ്പർ വൈകിച്ചുകൊണ്ടാണ് താങ്കൾ വെളിയിൽ വരുന്നത് എന്ന് ആരെങ്കിലും അയാളോട് പറയുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാകുന്നത് പോലെ തന്നെ ഇനിയും അത് വൈകി അങ്ങ് പോയാൽ ഒരുപക്ഷെ FIR ഘോഷിങ്ങിലേക്ക് അടക്കം പോകാനുള്ള സാധ്യത ഈ കേസിലുണ്ട്. അതായത് ശബരിമല എലി പോലെ വന്ന ശബരിമല കേസ്, മല പോലെ വന്ന ശബരിമല കേസ് എലി പോലെ ആവാൻ സാധ്യതയുണ്ട്. ഒരു 10 സെക്കൻഡ്സ് അഭിലാഷ്, ഇതെന്താണ് ഈ കേസ്? പ്രഥമ ദൃഷ്ട്യാ മോഷണ കേസാണല്ലോ. മോഷണ കേസിൽ ഏത് കുട്ടപ്പുള്ള പോലീസിനോട് ചോദിച്ചാലും അവർ പറയും ആ കേസിൽ ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടത് എന്താണ്? തൊണ്ടി മുതലാണ്. സാക്ഷി ഉണ്ടായിട്ട് പോലും കാര്യമില്ല. ഇപ്പൊ ഞാൻ അഭിലാഷിന്റെ വാച്ച് മോഷ്ടിച്ചു എന്നിരിക്കട്ടെ, ഞാൻ മോഷ്ടിക്കില്ല, പക്ഷെ മോഷ്ടിച്ചു എന്നിരിക്കട്ടെ, അതിൽ സാക്ഷിയായ അരുൺകുമാർ ഉണ്ടെന്നിരിക്കട്ടെ, കാര്യമില്ല, വാച്ച് കണ്ടുപിടിക്കണം. വാച്ച് എവിടെയാണ് ഞാൻ ഒളിപ്പിച്ചു വെച്ചതോ അല്ലെങ്കിൽ വിറ്റതോ എന്നത് കണ്ടുപിടിക്കണം. അതാണ് ആ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ. 90 ദിവസമായിട്ട് അതെവിടെയാണെന്ന് കണ്ടെത്താനോ ഇനി കണ്ടെത്തിയത് അത് തന്നെയാണോ എന്ന് പറയാനോ SITക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിലും നല്ലത് കുട്ടമ്പിള്ള പോലീസ് തന്നെയാണ്. ശരി, ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് ശബരിമലയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന് ഇനി 2-3 മാസത്തെ താമസമേ ഉള്ളൂ. കോടതി ശരിയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ സമയമുണ്ടല്ലോ എന്ന് പറയുന്നു എന്നുള്ളത് നിയമപരമായ വിഷയമാണ്. ഇതൊരു രാഷ്ട്രീയ വശം കൂടി ഉണ്ടല്ലോ. ടൈം ബൈയിങ് ആണോ? കുറ്റപത്രം വന്ന് CPM നേതാക്കളായിട്ടുള്ള ആളുകളുടെ അടക്കം ഈ കാര്യത്തിൽ ഇൻവോൾവ്മെന്റ് കുറ്റപത്രത്തിൽ എഴുതി വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അതുപോലെ വാർത്തയാവും. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ എന്താണ് ചെയ്തത് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുമെന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ആ അപകടം ഒഴിവാക്കാനായിട്ട് കുറ്റപത്രം സമർപ്പിക്കൽ ഈ തെരഞ്ഞെടുപ്പ് തീയതിക്ക് അപ്പുറത്തേക്ക് മാറ്റുന്നതാണോ? ഇങ്ങനെയൊക്കെ ധാരാളം സംശയങ്ങൾ ആർക്ക് വേണമെങ്കിലും പ്രകടിപ്പിക്കാം, ആർക്കും ആരുടെ മനസ്സിലും വരാം. ആർക്കും സംശയങ്ങൾ ഉന്നയിക്കാം. ഇവിടെ വീണ്ടും ആവർത്തിച്ചതുപോലെ അപക്വമായ സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഇവിടെ പറയുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 15 ദിവസത്തിനുള്ളിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു കേസ് കുറ്റപത്രം വൈകിയാൽ ക്വാഷ് ചെയ്യപ്പെടും. ആരാ ക്വാഷ് ചെയ്യണേ? ആർക്കാ ക്വാഷ് ചെയ്യാനുള്ള അധികാരം? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അല്ലേ ഉള്ളൂ. അത്തരം ഹൈക്കോടതി തന്നെ ഡിവിഷൻ ബെഞ്ച് മോണിറ്റർ ചെയ്യുന്ന ഒരു കേസിൽ ഒരു സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലാണ് ക്വാഷിംഗ് പെറ്റീഷൻ തന്നെ ക്വാഷ് ചെയ്യപ്പെടും. ഇത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്ന കേസിൽ ഡിവിഷൻ ബെഞ്ച് കേൾക്കുന്ന ഡിവിഷൻ ബെഞ്ച് 15 ദിവസം കൊണ്ട് റിവ്യൂ ചെയ്യുന്ന ഈ കേസിനെ കുറിച്ച് ജാമ്യം പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. ആവർത്തിച്ച് കേസ് ഡയറി പരിശോധിച്ച ബെഞ്ച് അതുകൂടി പറഞ്ഞു. അതൊറ്റ കാര്യം ഞാൻ ആദ്യം ചോദിച്ചല്ലോ, മിസ്റ്റർ അഭിലാഷ്, ഞാൻ ചോദിച്ചല്ലോ എന്താ ഈ കേസിൽ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും മനസ്സിലാക്കിയിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് മാത്രമാണ്. ഒരു പ്രതി ജാമ്യാപേക്ഷ കൊടുക്കും, അത് സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിൽ വരും. ആ പ്രതി കൊടുക്കുന്ന ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ കേസിനെ പ്രകീർത്തിച്ചുകൊണ്ടല്ല, തനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി എന്ത് ഡിഫൻസും വക്കീലെടുക്കും. ആ ഡിഫൻസിന് മറുപടി ചോദിക്കും. ആ മറുപടിയുടെ ഇടയിൽ പല സംശയങ്ങളും സിംഗിൾ ജഡ്ജി ചോദിച്ചു. ഒരിക്കലും സിംഗിൾ ജഡ്ജിന്റെ മുന്നിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. അത് സീൽഡ് കവറിൽ ഡിവിഷൻ ബെഞ്ചിൽ തന്നെയാണ്. ഇതൊക്കെ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ വർഷമായി മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തി, പല ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചർച്ച നടത്തിയ അങ്ങയ്ക്ക് ബോധ്യമുണ്ടാകും. പക്ഷെ ഈ ചർച്ചയ്ക്ക് വേണ്ടി വീണ്ടും ചോദിക്കുക ഹൈക്കോടതിയിൽ വരണം കാഷ് ചെയ്യാൻ. ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ 100% ശരിയായ അഭിപ്രായമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നാൽ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നതാണ് ആവർത്തിച്ച് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ക്ലാരിറ്റി ഉണ്ടല്ലോ. അതിൽ ക്ലാരിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രതി അയാൾക്ക് ജാമ്യം കിട്ടാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വഴി എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ എക്സ്ക്ലൂസീവ്ലി അദ്ദേഹത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നതല്ല. അപ്പോൾ ആ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സംശയവും ചോദിക്കും. ഇപ്പൊ 17-ാം ദിവസം രാഹുൽ മാങ്കൂട്ടിന് ജാമ്യം കിട്ടി. ഏത്? 3ാമത് അതിജീവിതയുടെ കേസിൽ ജീവപര്യന്തം തടവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു റേപ്പ് കേസിൽ 17-ാം ദിവസം ജാമ്യം കിട്ടി. അത് കുറ്റപത്രം കൊടുത്തിട്ടാണോ? കുറ്റപത്രം ഒന്നും അതിലൊരു ഘടകമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് ഓരോ ഘട്ടത്തിലും അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാ? താങ്ങുവീടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നുണ പറഞ്ഞ് അവസാനം പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി.
അതുപോലെ ഒരു കോടീശ്വരന് ഇത് വിറ്റു എന്ന് പറഞ്ഞു. ആ കോടീശ്വരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശനും പറഞ്ഞു, ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അവസാനം അത് കള്ളമാണെന്ന് മനസ്സിലായി. പഞ്ചലോക വിഗ്രഹം വിറ്റു, അത് വിദേശത്തേക്ക് കടത്തി എന്ന് പറഞ്ഞു. കുറെ നാൾ അതിന്റെ പുറകെ അന്വേഷണം പോയി. അന്വേഷണ ഏജൻസിയിൽ 2 CPM ബന്ധമുള്ളവരെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ് പല ആരോപണം. ഈ ആരോപണങ്ങൾക്ക് എവിടെ പോയി? ഏറ്റവും ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞ വാചകം അറിയോ? അഭിലാഷ കേട്ടിട്ടുണ്ടാവും, ഞാനത് വായിക്കാം. ഞാൻ ഒരിക്കൽ സോണിയാഗാന്ധിയെ കാണാൻ അവിടെ എത്തുകയും അവരെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു, ഇതാരാണെന്ന് അറിയില്ല, കാരണം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എവിടെ നിന്നോ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വന്നുള്ള ആളെന്ന നിലയിൽ ഞാൻ അവിടെ വെച്ച് കണ്ടു. ഏത്? നമ്പർ 10 ജനപദിൽ വെച്ച് കണ്ടു. ആദ്യം പറഞ്ഞു. രണ്ടാമത് എന്താ പറഞ്ഞേ? ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഞാൻ ഈ പോറ്റിയെ കണ്ടു, പരിചയപ്പെട്ടു, അതിനു മുമ്പ് എനിക്കറിയില്ല. മൂന്നാമത് എന്താ പറഞ്ഞേ? പലതവണ പത്തനംതിട്ട വീട്ടിൽ പോയി അങ്ങോട്ടും കണ്ടിട്ടുണ്ട് ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട്, പല ബന്ധമുണ്ട്. കട്ടയാൾ, അതുപോലെ മോഷണം മുതൽ വാങ്ങിയയാൾ, അത് ഉരുക്കിയയാൾ, അതെങ്ങനെ നമ്പർ 10 ജനപദിൽ 2 തവണ എത്തി? എങ്ങനെ സോണിയാഗാന്ധിക്ക് ആദ്യം കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു, പിന്നെ വലിയ പൊതി കൊടുത്തു? കോൺഗ്രസ് പറഞ്ഞാൽ പോരെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പോയത് അല്ലെങ്കിൽ ചെയ്തത്. ഈ നുണ അടൂർ പ്രകാശ് പറയണോ? UDF-ന്റെ കൺവീനർ പറയണോ? ഇപ്പൊ ഞങ്ങൾ പറയുന്നതാണ് കുറ്റം. എന്നാൽ ഇന്ന സാഹചര്യത്തിലാണ് ഇവിടെ കെ കരുണാകരന് പോകാൻ കഴിയാത്ത, ഹേമന്ത വിശ്വശർമ്മയ്ക്ക് പോകാൻ കഴിയാത്ത, കെ മുരളീധരന് പോകാൻ കഴിയാത്ത, ഇന്ത്യയിലെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും പോകാൻ കഴിയാത്ത നമ്പർ 10 ജനപദിൽ എത്താൻ അദ്ദേഹത്തിന് കഴിയും. അവിടെ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കാൻ കഴിയും. അത്തരം ഒരു സാഹചര്യത്തെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല, കോൺഗ്രസിന് തന്നെയാണ്. അത് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയില്ല. വേണ്ട, ഉത്തരം പറയണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്കൊരു രാഷ്ട്രീയ വിഷയവും കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യാനില്ല. ഈ ബജറ്റ്, സംസ്ഥാന ബജറ്റ്, എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ബജറ്റ്, ആ ബജറ്റിനെ എതിർത്തുകൊണ്ട് ഒരു വാക്കു പറയാൻ നിങ്ങൾക്ക് ഇല്ല എന്നതുകൊണ്ടാണ് 5 ദിവസവും ഇന്നലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും ഇന്ന് നിയമസഭ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. രാഷ്ട്രീയപരമായി നിങ്ങൾ എത്ര ആരോപണം ഉന്നയിച്ചോ, അതുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഈ അന്വേഷണ ഏജൻസിയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പത്മകുമാറിനെയും വാസുവിനെയും അന്ന് അറസ്റ്റ് ചെയ്യരുത്, ഇലക്ഷൻ കഴിയട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ഞങ്ങൾ പറയുമായിരുന്നില്ലേ? അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഇടപെടില്ല, ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് ആണ്. നിങ്ങളല്ലേ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത് CBI വേണമെന്ന് പറഞ്ഞ്, CBI വേണമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞില്ലേ? ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തെ വേണ്ട, CBI വേണമെന്ന് പറഞ്ഞാൽ പരസ്യമായ കോടതിയെ ലക്ഷ്യം ഈ ഗവൺമെന്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ നിയമസഭ ദിവസങ്ങളോടെ സ്തംഭിപ്പിച്ചവരല്ലേ നിങ്ങൾ? അന്നും 2 MLA-മാർ നിരാഹാരം ഇരുന്നല്ലോ, ഇപ്പോഴും 2 MLA-മാർ ഉപവാസം ഇരുന്നല്ലോ. എവിടെ പോയി MLA-മാർ? അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കാൻ, കപടമായ പ്രതീതികൾ ജനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള സമരം ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വന്നോട്ടെ, ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഈ കാര്യം ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ജയിലിൽ കിടക്കുന്നത് നമ്പർ 10 ജനപത്തിലെ ചായക്കടക്കാരനാണോ അതോ ACC ഓഫീസിലെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരനാണോ? അല്ലല്ലോ. ജയിലിൽ കിടക്കുന്നത് നിലവിലെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള ആളാണ് അരുൺകുമാർ. അത് മനസ്സിലാക്കൂ. ജയിലിൽ കിടക്കുന്നതിൽ രണ്ടാമൻ നിങ്ങളുടെ മുൻ ജില്ലാ കമ്മിറ്റിയുടെ താങ്കൾ സംസാരിച്ചപ്പോൾ ഒരുപാട് തവണ ഉത്തരം പറയാനുണ്ടായിട്ട് കൈ ഉയർത്തി മിണ്ടാതിരുന്ന ആളാണ്. ആ മര്യാദ ഞാൻ തിരിച്ചു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്കൾ മനസ്സിലാക്കേണ്ടത് ജയിലിൽ കിടക്കുന്ന ഒരാൾ ഈ മണിക്കൂറിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറാണ്, മറ്റൊരാൾ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ മുൻ മെമ്പറാണ്, വേറൊരാൾ കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും നിങ്ങളുടെ LC-യുടെ മെമ്പറുമാണ്. ഇനി നിങ്ങൾക്ക് പിന്നെ പറയാണ് അയ്യോ സോണിയാഗാന്ധിയെ പരിശോധിക്കുക അരുൺകുമാർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കൂ. നിങ്ങൾ പറയുന്നു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. ഏത് ബ്രേസ്ലെറ്റ്? അത് ബ്രേസ്ലെറ്റ് ആണോ എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ശബരിമലയിലെ ഒരു പോറ്റി. സ്വാഭാവികമായും വിശ്വാസത്തിന്റെ ഭാഗമാണ്. അയാൾ ഒരു പെർമിഷൻ ചോദിച്ചു സോണിയാഗാന്ധി കണ്ടിട്ടുണ്ടാവാം. നമ്പർ 10 ജനപത്തിൽ അങ്ങ് പോയിട്ടുണ്ടോ? ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ 1 രൂപയുടെ കോയിൻ ഉണ്ടെങ്കിൽ പോലും അത് സെക്യൂരിറ്റി മോണിറ്ററൈസ് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് വലിയ കവറിൽ ചാക്കുകെട്ടിൽ ഇതാ സ്വർണം കൊണ്ടുപോയി കൊടുത്തു എന്ന കണക്കിന്. എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്? ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന വിവരം പറയണ്ടേ? 2 കവറിൽ എന്തായിരുന്നു? കൊടുത്ത കവറിൽ എന്താ പൂവായിരുന്നോ? കൊടുത്ത കവറിൽ എന്താ പൂവായിരുന്നോ? ഞാൻ ഉത്തരം പറയുന്നത് കോൺഗ്രസ് പറയൂ. കോൺഗ്രസിന്റെ നിങ്ങളുടെ UDF-ന്റെ കൺവീനറല്ലേ വലത്ത് നിൽക്കണേ? സ്വർണം കട്ടയാളും വാങ്ങിച്ച ആളും അല്ലേ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണം? നിങ്ങൾ പറയൂ. കണക്ട് ചെയ്യാൻ എന്താണ് SIT-ക്ക് പറ്റാത്തത്? എന്തുകൊണ്ടാണ് SIT-ക്ക് പറ്റാത്തത്? നിങ്ങൾ പാട് നടന്നില്ലേ? അത് SIT-യുടെ റിപ്പോർട്ട് ഞങ്ങളും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വരട്ടെ.
അരുൺകുമാറെ പറയട്ടെ, ഇതേ മാതൃഭൂമിയിൽ ഇതേ അഭിലാഷ് നടത്തുന്ന ചർച്ചയിൽ നിങ്ങളുടെ മറ്റൊരു സഹപ്രവർത്തകൻ ഒരു മാസം മുമ്പ് പറഞ്ഞു, ഇതോ നമ്മുടെ അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നേ നോട്ടീസ് കൊടുക്കാൻ പറ്റിയോ SITക്ക്? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഒരു കണികയുടെ പോലും, സംശയത്തിന്റെ കണികയുടെ പോലും ആരോ ഈ പറയുന്ന അടൂർ പ്രകാശിനോ കോൺഗ്രസ് ലീഡർഷിപ്പിനോ നേരെ നീട്ടിവെക്കാൻ നിങ്ങളുടെ SIT സംഘത്തിനോ നിങ്ങളുടെ പിന്നെ സോണിയാഗാന്ധിയെ പറ്റി അന്വേഷിക്കാൻ ഒരു വാക്ക് കിട്ടിയാൽ ED അടക്കമുള്ള സെൻട്രൽ ഏജൻസികൾ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് ഒരു 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർ വിശ്വസിക്കോ? നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഏതോ ഒരു മുക്കും മൂല എവിടെയോ കിടന്ന് കിട്ടി എന്ന് പറഞ്ഞ് 72 84 മണിക്കൂർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആ കവറിൽ എന്തായിരുന്നു, എന്താണ് കയ്യിൽ കെട്ടിക്കൊടുത്തത് എന്നൊന്ന് പറഞ്ഞാൽ, എങ്ങനെ പോറ്റി ശബരിമല നമ്പർ 10 ജനപതിൽ എത്തി എന്നൊന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉന്നയിക്കില്ല. അതിന് അനുചിതമായ ഒരു തെളിവിന്റെ കണിക പോലും ഇല്ല എന്നതുകൊണ്ടാണ് അരുൺകുമാർ. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കൂ. അതായത് ഏതെങ്കിലും ഒരു കേസിന്റെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാം. സംശയത്തിന്റെ നിഴൽ വീണ ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൊടുത്ത അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ അത് ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. EDയും കേന്ദ്ര ഏജൻസികളും ഇതാ ഇതുപോലൊരു സുവർണ അവസരം കിട്ടിയിട്ട്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് സോണിയാഗാന്ധിക്ക് നേരെ തിരിയുന്നില്ലെങ്കിൽ അത് അങ്ങനെ തിരിഞ്ഞാൽ അത് അവർക്ക് നിയമപരമായി തിരിച്ചടിയാകും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. എല്ലാ കാര്യത്തിലും തർക്കിച്ചു പോണ്ട. ശരി, ഞാൻ രണ്ടുപേരിലേക്കും വരാം. രണ്ടുപേരും തുടരൂ. ശ്രീ രാജഗോപാൽ, അന്വേഷണം അറസ്റ്റുകളുടെ കാര്യത്തിൽ അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലാണ് എന്ന് കരുതാമോ? കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് അറസ്റ്റ് ഉണ്ടാവുന്നില്ല. പല പേരുകളിൽ വന്നു, പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ പേര് വന്നു, കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് വന്നു, മുൻ ദേവസ്വം ബോർഡിലേക്ക് അജയ് തറയിലിൻ്റെ പേര് വന്നു, സോണിയാഗാന്ധിയുടെ പേര് വിട്ടേക്കു, ബാക്കി ആന്റണി, ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം നിന്നവരോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരിപാടികൾക്ക് പോയവരോ, വീട്ടിൽ പോയവരോ, പരിപാടികൾക്ക് ചടങ്ങിന് പോയവരോ ഒക്കെ ആയിട്ടുള്ള പല ആളുകളുടെയും പേര് വന്നു. പക്ഷേ അന്വേഷണം കുറെ കൂടി ഈ പാളുകൾ എടുത്ത് വിനിമയം നടത്തി എന്ന വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈവൻ കൊടിമരത്തിന്റെ കേസ് പോലും അതൊക്കെ അവിടെ നിർത്തിയിട്ട് 2017 മുതലുള്ള മോഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്ത് പോറ്റിയുടെ ബന്ധങ്ങൾ, പോറ്റി വിളിച്ച കല്യാണത്തിന്, പോറ്റി വിളിച്ച നൂലുകെട്ടിന്, പോറ്റിയുടെ പൂജയ്ക്ക് ആരൊക്കെ പോയി അവരെയൊക്കെ ചോദ്യം ചെയ്യണം എന്ന മട്ടിലേക്ക് അന്വേഷണ ഏജൻസി പോകുന്നില്ല എന്ന് വേണമോ വിചാരിക്കാൻ? ശരിയാണ്, അഭിലാഷ് പറഞ്ഞ വളരെ കൃത്യമായ നിരീക്ഷണമാണ്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2017 മുതൽ 25 വരെയുള്ള അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ, അവിടെ നടന്നിരിക്കുന്ന കൊള്ള, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അന്വേഷിക്കുന്നത്. ആ ബോർഡ് മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതിനകത്തിൽ അന്ന് ചുമതലയുണ്ടായിരുന്ന പ്രസിഡന്റുമാർ, അതേപോലെ മെമ്പർമാർ, മറ്റ് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് എടുക്കുന്നുണ്ട്, ഇതിൻ്റെ പുറവശത്തേക്കും പോകുന്നുണ്ട്. 2012 മുതൽ 17 വരെയുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ട്. ആ സമയത്താണ് ഒരു പക്ഷേ UDFൻ്റെ ബോർഡുകളാണ്, UDF പിന്നെ കോൺഗ്രസ് സർക്കാരിൻ്റെ ബോർഡുകളാണ് അവിടെ വരാൻ പോകുന്നത്. അത്തരത്തിലേക്ക് അന്വേഷണങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ടാണ് മുമ്പേ ആദ്യം ചോദ്യത്തിനകത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 പേര്. ഇനി 2 പേരോടെ, അങ്ങനെയാണല്ലോ അവിടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, 5 പേരെ കൂടാണ് ഇനി ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളത്, അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളതെന്നുള്ളത്. പക്ഷേ അടൂർ പ്രകാശിൻ്റെ പേര് പറഞ്ഞതിനകത്തിൽ അതിന് ശേഷം വരുന്നതാണ്. അതായത് 2012 മുതൽ 17 വരെയുള്ള അന്വേഷണം. ഈ കോടതി കേസ് അന്വേഷിക്കുന്നത് 98 മുതലാണ്. ഇന്നലെയും ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറയുന്നത് കേട്ടില്ലേ, 98 മുതലുള്ള അന്വേഷണങ്ങൾ വേണം. പക്ഷേ അത് 4 സ്റ്റേജായിട്ട് അന്വേഷിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ കുറ്റപത്രം 17 മുതൽ 25 വരെയുള്ളതിൻ്റെ കുറ്റപത്രമായിരിക്കും ആദ്യം വരാൻ പോകുന്നത്. പക്ഷേ ശബരിമലയിലെ ഈ കൊള്ള അവസാനിപ്പിക്കും എന്നാണ് എനിക്ക് ഇന്നും വന്ന ഒരു റിപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായിട്ട് മറ്റൊരു നിരീക്ഷണം കൂടെ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്, ഉത്തരവുമാക്കിയിട്ടുണ്ട്. അവിടെ ദേവസ്വത്തിന് വിജിലൻസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഒരു വിജിലൻസ് ഉണ്ട്, അതിനൊരു SP ഉണ്ട്, കുറച്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് 6 മാസം കൂടുമ്പോൾ, അങ്ങനെയാണെന്ന് തോന്നുന്നു, 6 മാസം കൂടുമ്പോൾ നിങ്ങൾ അന്വേഷണം നടത്തുക. ശബരിമല നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ തിരുവിതാംകൂറിൻ്റെ മഹാക്ഷേത്രങ്ങളിലെ അന്വേഷണങ്ങൾ നടത്തിയിട്ട് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് തരണം. ദേവസ്വം ബോർഡ് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് തരണമെന്ന് പറയും. ഇതൊക്കെ ഒരു വഴിപാട് പോലെ അവിടെ നടക്കുന്നുണ്ട്. വെറും വഴിപാട് പോലെ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കൊള്ളയും തട്ടിപ്പും ഒന്നും ഇതുവരെ പുറത്താകാൻ അറിയാൻ പോയത്. ആരും അറിയാതെ പോയതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ്.
പക്ഷേ ഇന്നലെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിത് മോണിറ്റർ ചെയ്യണം. ദേവസ്വം വിജിലൻസ് എസ്.പിയോടെ പറഞ്ഞിരിക്കുന്നത് 6 മാസം പോരാ, നിങ്ങൾ വർഷത്തിൽ 4 തവണ 3 മാസം കൂടുമ്പോൾ പരിശോധിച്ചിട്ട് എവിടെയൊക്കെ എന്തെല്ലാം കൊള്ളകൾ നടത്തിയിട്ടുണ്ട്, ആ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ തട്ടിപ്പുകൾ മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് പരിശോധിക്കണം. ദേവസ്വം ബോർഡ് പരിശോധിച്ചിട്ട് 1 മാസത്തിനകം റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണം. വളരെ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അവർ പറയാൻ കാരണം വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊടിമരം അഭിലാഷ് സൂചിപ്പിച്ചില്ലേ, സ്വർണ്ണക്കൊടിമരം ഇതിലും വലിയ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് അന്വേഷണങ്ങൾ പ്രാഥമികമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ ദേവസ്വം വിജിലൻസിൻ്റെ അന്നത്തെ റിപ്പോർട്ട് നോക്കിയ സ്വർണ്ണക്കൊടിമരം പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന റിപ്പോർട്ടുകളാണ് അതിനകത്ത് പോയിരിക്കുന്നത്. കാരണം സ്വർണ്ണക്കൊടിമരത്തിൻ്റെ മുകളിൽ കയറി പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, ശബരിമല ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്വർണ്ണക്കൊടിമരത്തിൻ്റെ മുകളിൽ കയറി പെയിൻ്റ് അടിച്ചു. നമ്മളൊക്കെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് നിൽക്കുന്ന തേങ്ങായും കരിക്കി വിടുന്നെന്ന് പറഞ്ഞതുപോലെയാണ് കയറിപ്പോയിരിക്കുന്നത്. എന്നിട്ട് റിപ്പോർട്ടിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് ഈ വിവരം ദേവസ്വം ബോർഡോ അറിഞ്ഞിട്ടില്ല, ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ അറിഞ്ഞിട്ടില്ല, അതോടൊപ്പം തന്നെ തന്ത്രിയും മറ്റേ അവിടെ ഉണ്ടായിരുന്ന പൂജാരികൾ ആരും അറിഞ്ഞിട്ടില്ല. ആകെപ്പാട് ഒരു ഉദ്യോഗസ്ഥനാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അയാളാണ് ഈ പണി മുഴുവൻ ചെയ്തതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നത്. എങ്ങനെ സാധിക്കുന്ന കാര്യങ്ങളാണ്? എന്നിട്ട് ഇയാൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളോ, ഇയാളൊരു സ്പോൺസറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മദ്രാസിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് ഒരു സ്പോൺസറെ കണ്ടുപിടിച്ചിട്ട് ആഴ്ചകളോളമോ ഒരുപക്ഷെങ്കിൽ മാസങ്ങളോളമോ നടന്നിരിക്കുന്ന പ്രവൃത്തിയാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു. വിജിലൻസ് ഹൈക്കോടതി, പക്ഷേ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. ഒരുതരം കണ്ണുകെട്ട് രീതിയാണ്. എനിക്ക് തോന്നുന്നത് അത് വളരെ കൃത്യമായിട്ട് ഇന്നലെ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടി വരും. തീർച്ചയായിട്ടും എല്ലാം അന്വേഷിക്കേണ്ടി വരും. സങ്കീർണമാണ് കാര്യങ്ങൾ. ആവർത്തിക്കുന്നു ഞാൻ, ഹൈക്കോടതി പറഞ്ഞത് സങ്കീർണമായ കേസാണ് ഇത് എന്നാണ്. അതുകൊണ്ട് നമുക്ക് സ്വിച്ചിട്ടതുപോലെയുള്ള കാര്യങ്ങൾ നടപ്പായേക്കില്ല. നോക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ മഹേഷ് പണിക്കർ, നോക്കൂ, ഈ വിവാദങ്ങളൊക്കെ കേരളത്തെ പ്രചണ്ഡമായി പിടിച്ചു കുലുക്കുമ്പോൾ 2025 തന്നെ, അതായത് ഈ കഴിഞ്ഞ സീസണിലാണ് അവിടുത്തെ ആടിയ നെയ്യുമായി ബന്ധപ്പെട്ട മോഷണം നടന്നത്. അതിലൊരാൾ, വേറൊരു പോറ്റി, അയാൾ പിടിയിലായ സംഗതി നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ശബരിമലയിൽ ലോകം മുഴുവൻ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും എങ്ങനെയെങ്കിലും ചെറിയൊരു പഴുത് കിട്ടിയാൽ അഴിമതി എന്ന മട്ടിലാണ് കാര്യങ്ങൾ. മുൻകാലങ്ങളിൽ അതിപ്പോൾ 2017 2012 2008 ഏത് ഡേറ്റ് മുതൽ തുടങ്ങി എന്ന് നമ്മൾ വെച്ചാലും അവിടെയൊക്കെ സാധ്യമായ ഇടങ്ങളിലൊക്കെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കുഴിച്ചു പോകുമ്പോൾ കൂടുതൽ കിട്ടാനാണോ സാധ്യത? മഹേഷ്, അദ്ദേഹത്തിൻ്റെ ലൈനിന് പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. നമുക്കിനി ആകെ വളരെ ചെറിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണക്ഷൻ ശരിയായാൽ മാത്രമേ അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ശ്രീ അരുൺകുമാർ, ശ്രീ വസന്ത്, രണ്ടുപേർക്കും ചർച്ച അവസാനിപ്പിക്കാൻ എനിക്ക് അധികം സമയം തരാനില്ല. അടുത്ത സ്റ്റെപ്പായിട്ട് SIT എന്ത് ചെയ്യുമെന്നോ ED എന്ത് ചെയ്യുമെന്നോ നമുക്കറിയില്ല. പക്ഷേ ശ്രീ അരുൺകുമാർ, SIT പോയ അതേ വഴിയിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകണമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഒരു തുള്ളി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. എത്ര ഉന്നതനാണ് കുറ്റം ചെയ്താലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത് ജനവികാരത്തിനും UDFന്റെയും പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും വികാരത്തിനനുസരിച്ച് കേസ് ഷെയ്പ്പ് ചെയ്യപ്പെടുന്ന സാഹചര്യമല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിശ്ചയിച്ചിരിക്കുന്നു. അന്വേഷണം ഏത് വഴിക്കും പോകട്ടെ, ഏത് സമയത്തും കുറ്റപത്രം കൊടുക്കട്ടെ. ഒരു തരത്തിലും ഗവൺമെന്റ് അതിൽ ഇടപെട്ടിട്ടില്ല, ഗവൺമെന്റ് ഇടപെടുകയുമില്ല. മറ്റ് ഏജൻസികൾ നിയമപരമായ പരിധിയിൽ നിന്നുകൊണ്ടും അന്വേഷിക്കാൻ, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ അന്വേഷിക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ള അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഇപ്പൊ പല പ്രതികളെയും ചോദ്യം ചെയ്യുന്നു, പല മേഖലയിൽ സെർച്ച് ചെയ്യുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല, മറ്റ് രേഖകൾ പരിശോധിക്കുന്നില്ല. അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു അന്വേഷണ ഏജൻസിയും അതിൽ ഇടപെടാൻ പാടില്ല. പല അന്വേഷണത്തെയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ അട്ടിമറിച്ച ചരിത്രം ഈ രാജ്യത്തുണ്ട്. അത്തരത്തിൽ ഈ കേസിൽ വരാൻ പാടില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പൂർണ്ണ പിന്തുണയും ഈ അന്വേഷണത്തിന് കൊടുക്കും. പ്രതികളെ മാതൃകാപരമായി ശിക്ഷ ഉറപ്പുവരുത്തണം. ഈ SIT കുറിച്ചുള്ള ആക്ഷേപം ED കുറിച്ചുണ്ടോ, അതോ SIT മോശവും ED നല്ലതുമാണോ?
അങ്ങനെ ഒരു ടേക്ക് ഞങ്ങൾക്കില്ല. CBI വരണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞങ്ങൾ പറഞ്ഞത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. CBI വരണമെന്ന് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന കണക്കിനാണ്. കാരണം SITക്ക് അന്തർ സംസ്ഥാനത്ത് പോലും പോയി പ്രതികളുടെ മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ സംശയിക്കുന്നവരുടെ മൊഴിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ്. ഇത് സുഭാഷ് കപൂർ മോഡൽ ആകുമ്പോൾ സ്വാഭാവികമായും സ്വാഭാവികമായും അത് അന്വേഷിക്കാനുള്ള ടെക്നിക്കാലിറ്റി ഉള്ള ലീഗൽ ഫ്രെയിംവർക്ക് ഉള്ള ഏജൻസി വരണം എന്നുള്ളതാണ് ഞങ്ങൾ ടേക്ക്. ഒരു കാര്യം ശ്രീ അഭിലാഷ്, നമ്മൾ ഇതുവരെ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. സുഭാഷ് കപൂർ മോഡലാണോ എന്ന ആശങ്ക കോടതി മാസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ചിരുന്നു. പിന്നീടുള്ള ഇടക്കാല ഉത്തരവുകളിലോ പരാമർശങ്ങളിലോ ഒന്നും ആ മോഡലിനെ കുറിച്ചുള്ള പരാമർശം ഇല്ല. എനിക്ക് തോന്നുന്നു അത് റൂൾ ഔട്ട് ചെയ്തും തോന്നുന്നു. അഭിലാഷ്, ഒരു കാര്യം, നമ്മൾ ഇതുവരെ പാടിയത് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്നാണ്. നമുക്ക് പാടാൻ ഇടം വരാതിരിക്കട്ടെ. പോറ്റിയെ ഇറക്കിയെ കോൺഗ്രസ് ആണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. പോറ്റിയെ ജയിലിലിട്ടതാണ് LDF. പോറ്റിയെ ജയിലിലാക്കിയതാണ്, ജയിലിലേക്ക് കയറ്റിയതാണ് LDF. ശബരിമലയിൽ കയറ്റിയത് എല്ലാവർക്കും നന്ദി. നമ്മള് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. കാരണം രാഷ്ട്രീയം കൂടി വലിയ തോതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ഡേ അവസാനിച്ചു. നമസ്കാരം.